ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ടാറ്റ പഞ്ചിന്റെ അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ് ആണ് ഇത്. ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ്. ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് തരുന്ന ഒരു വേരിയന്റും ഈ അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡിഫറൻസ് വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 5 അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബ്രോൺസ് കളർ ഈ ഒരു വേരിയന്റിൽ മാത്രമാണ് വരുന്നത്. അതിനോട് കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു വൈറ്റ് മിറേഴ്സും നിങ്ങൾക്ക് ഈ ഒരു വേരിയന്റിൽ മാത്രമാണ് ലഭിക്കുന്നത്. മറ്റെല്ലാ വേരിയന്റുകളിലും നമുക്ക് ബ്ലാക്ക് കളർ മിറേഴ്സ് ആണ് ലഭിക്കുന്നത്. ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ് ഈ അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ്. എന്നാൽ ടോപ്പ് എൻഡോട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സിൽ വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. പ്രൈസ് ആണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയാണ് ഈ വേരിയന്റിന് കുറവ് വരുന്നത്. എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നമ്മൾക്ക് ഈ ഒരു വേരിയന്റും അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോപ്പ് എൻഡുമായിട്ട് വരുന്നൊരു ഡിഫറൻസ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ റൂഫ് റെയിൽസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ്, അതായത് സൺറൂഫ് ഉള്ള വേരിയന്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിനകത്ത് റൂഫ് റെയിൽസും കൂടിയും വരുന്നുണ്ട്. ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ LED DRL കാണാനായിട്ട് പറ്റും. അതിന് താഴെ ആ ഒരു ക്രോം ലൈൻസ് കൊടുത്തിരിക്കുന്നു. ലോഗോന്റെ പോർഷൻസ് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ആ ലോഗോ കാണാം. എന്നാണെങ്കിലും ഈ ഒരു കളർ ഈ വാഹനത്തിൽ നല്ല മാച്ചിങ് ആണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് ബ്രോൺസ് ഫിനിഷ് നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ആ റൂഫും കൂടി ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഒരു പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിൽ കാണുന്ന സെയിം പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നോർമൽ ലൈറ്റും കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നാൽ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം, അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ താഴത്തെ പോർഷൻസ് എല്ലാം നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 187 mm ആണ് പഞ്ചിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസൈൻസ് എല്ലാം എല്ലാ വേരിയൻറ്റിലും ആ ട്രയാരോ ഷേപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ പഞ്ചിൻ്റെ ഒരു വേരിയൻറ്റിലും ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ടോപ്പ് എൻഡുമായിട്ടുള്ളൊരു മെയിൻ ഡിഫറൻസ് വരുന്നത്. കാര്യം ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. പക്ഷേ ഈ വേരിയൻറ്റിൽ നമുക്ക് 15 ഇഞ്ച് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 185/70R15 അതാണ് ടയർ സൈസ് വരുന്നത്. ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ഹൈപ്പർ സ്റ്റൈൽ വീൽസ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വേരിയൻ്റ് എടുത്തിട്ട് ടോപ്പ് എൻഡിൻ്റെ അലോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പുറത്തു നിന്ന് അലോയ്സ് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. മിറേഴ്സിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വൈറ്റ് മിറേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. കീലസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ റിക്വസ്റ്റ് സെൻസർ കാണാം. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് വരുന്നില്ല. റൂഫ് റെയിൽസ് പ്ലസ് എസ് സൺറൂഫ് ഉള്ള വേരിയൻറ്റിൽ വരുന്നുണ്ട്. ആ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൺറൂഫും കാണാം, റൂഫ് റെയിൽസും അഡീഷണലി വരും. ബാക്കിൽ ബ്ലാക്ക് ഫിനിഷിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. മറ്റു വശങ്ങളിൽ നിന്നുള്ള ലുക്ക് ഇപ്പോൾ എല്ലാ വേരിയൻറ്റുകളിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. B പില്ലറിനും C പില്ലറിനും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാണാം. C പില്ലർ മൗണ്ടഡ് ആയിട്ടാണ് നമ്മുടെ ബാക്കിലെ ഡോർ ഹാൻഡിൽ വരുന്നത്. താഴെ കാണുന്ന വലിയ ബ്ലാക്ക് ക്ലാഡിങ് ഈ ഒരു കളറിന് നല്ല മാച്ചിങ് ആണ്. ഒരു SUV ലുക്കൊക്കെ ലഭിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന അതിൻ്റെ റൂഫ് റെയിൽസ് ആണ്. ഈ ഒരു വേരിയൻറ്റിൽ ബാക്കിൽ റൂഫ് റെയിൽസ് വരുന്നില്ല. മറ്റെല്ലാ ഫീച്ചേഴ്സും ടോപ്പ് എൻഡിൻ്റെ സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ് വരുന്നത്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. LED ടൈൽ ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിന് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് റിവേഴ്സ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതും ഹാലജനായിട്ടാണ് വരുന്നത്. താഴേക്ക് വന്ന റിഫ്ലക്റ്റേഴ്സ് കാണാം. ആ ട്രയാരോ ഡിസൈൻ ഇവിടെയും കാണാം. ബാക്കിൽ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. ബാക്കിൽ ആ സ്കിഡ് പ്ലേറ്റിൻ്റെ പോർഷൻ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. പഞ്ച് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഒന്നും തന്നെ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയാണ്. അതിന് ടോപ്പിലായിട്ട് നമുക്ക് ലോഗോ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ടെയിൽ ലൈറ്റിൻ്റെ ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ വരുന്ന ലൈറ്റുകൾ നമുക്ക് ഒരു LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 366 ലിറ്ററാണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകൾ. ഈ വേരിയൻറ്റിൽ നിങ്ങൾക്ക് CNG അവൈലബിൾ ആണ്. CNG ടാങ്ക് വന്നാലും നമ്മൾക്ക് 210 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് പഞ്ചിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഈ വേരിയൻറ്റിൽ കാണാം. നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റ് ഒന്നും വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. അങ്ങനെ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 15 ഇഞ്ച് വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 185/70R15 അത് തന്നെയാണ് നമുക്ക് സ്പെയർ വീലായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രിയുടെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്.
ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന സെയിം കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഫോളോ മീ ഹോം ഹെഡ്ലാമ്പിൻ്റെ ഓപ്ഷനോടും കൂടിയ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് വരുന്നത്. ഇപ്പോൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കളർ വരുന്നത്. എനിക്ക് തോന്നുന്നു മിറേഴ്സിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ കളർ തന്നെയാണ് നമുക്ക് ഇൻറ്റീരിയറിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ആ ഒരു കൈ പിടിക്കുന്ന വശത്ത് തന്നെയാണ് ആ വൈറ്റ് ഫിനിഷ് വന്നിരിക്കുന്നത്. അത് എപ്പോഴും ചെളിയാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും മാനുവലി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. സ്പീക്കർ ഗില്ല്, ട്യൂട്ടേഴ്സ്, സ്പീക്കർ ആൻഡ് ട്യൂട്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ്, അംബർല ഹോൾഡർ കാര്യങ്ങളൊക്കെ കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. സീറ്റ് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് നമുക്ക് ആ ട്രൈ ആരോ ഡിസൈനിലുള്ള ഒരു പാറ്റേൺ കാണാനായിട്ട് പറ്റും. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഫ്രണ്ടിലെ ഫോഗ് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ കാണാം. ലോക്ക് ആൻഡ് അൺലോക്ക്, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, നമ്മുടെ ഡ്രൈവ് മോഡുകൾ, ഈക്കോ ആൻഡ് സിറ്റി 2 ഡ്രൈവ് മോഡുകളാണ്. അതിൻ്റെ ഒരു ബട്ടൺസ് കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടൺ കാണാം. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു ക്രോം ഇൻസൈറ്റ് വരുന്നുണ്ട്. അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയർ ആണ്. അതിന് കാരണം ഈ 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. നമുക്ക് ഈ ഒരു വേരിയൻറ്റിലും ടോപ്പ് എൻഡ് വേരിയൻറ്റിലുമാണ് നമുക്ക് ഈ ഒരു സ്ക്രീൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് താഴെയുള്ള ലോവർ വേരിയൻറ്റിൽ ആ 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരേ ഒരു ഡിഫറൻസ് നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ വരുന്നില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ലെതർ റാപ്ഡ് അല്ല, ഒരു നോർമൽ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റ് ബോട്ടം ആണ്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് വരുന്നില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും ഈ വേരിയൻറ്റ് വരുന്നില്ല. അത് +S സൺറൂഫ് ഉള്ള വേരിയൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ പഴയ നെക്സോണിലൊക്കെ കണ്ട ഫുൾ ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. സ്പീഡോമീറ്ററും RPM എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വേണ്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമ്മളുടെ ക്ലസ്റ്റർ യൂണിറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ടോട്ടൽ കിലോമീറ്റേഴ്സ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. TPMS ഈ വേരിയന്റിൽ വരുന്നില്ല. അതെനിക്ക് തോന്നുന്നു ടോപ്പ് എൻഡിൽ മാത്രമാണ് വരുന്നത്. പിന്നെ 2 ഡ്രൈവ് മോഡുകൾ. സിറ്റിയിലാണ് നമ്മുടെ വാഹനം ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ട് ആവുക. പിന്നെ ഈക്കോ എന്ന് പറഞ്ഞ ഡ്രൈവ് മോഡ് കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ്. അങ്ങനെ ആ 2 ഡ്രൈവ് മോഡുകൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടാറ്റയുടെ ഒരുവിധം എല്ലാ ടോപ്പ് എൻഡ് വാഹനങ്ങളിലും കണ്ടുവരുന്ന ആ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വിക്ക് ആൻഡ് ഒരു ടാബ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ്. അതിനകത്ത് നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നമ്മൾ ഈ AC കൺട്രോൾസ് യൂസ് ചെയ്യുന്ന സമയത്തും അതിനകത്ത് അത് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാം. അങ്ങനെ 2 വേ നമുക്ക് ആ ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ പാർക്ക് അസിസ്റ്റിൽ നമുക്ക് അതിൻ്റെ ഒരു ഫീച്ചറും ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. അതിൽ 2-3 സൂം ഫങ്ഷൻസ്, താഴെ കാണാനുള്ള ഒരു ഫീച്ചേഴ്സ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഒരു HD ക്യാമറയാണ് നമുക്ക് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറോടും കൂടിയ ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മ്യൂസിക് ക്ലാരിറ്റിയാണ്. USB കണക്ട് ചെയ്ത് വീഡിയോ ഒക്കെ പ്ലേ ചെയ്താൽ നല്ല HD ക്ലാരിറ്റിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഏറ്റവും ഫീച്ചറിസ്റ്റിക് ആയിട്ടും ഏറ്റവും കൂടുതൽ ഒരു നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനും വരുന്നത് പഞ്ചിലെ ഈ ഒരു സ്ക്രീനാണ്. താഴേക്ക് വന്നാൽ നമുക്ക് AC വെൻസിന് ചുറ്റും എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. അതിൻ്റെ നടുക്കായിട്ട് ഹസാർഡ് ലൈറ്റ്. സെൻട്രൽ പോർഷൻ, അതായത് ഡാഷ് ബോർഡ്, നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ ഒരു ഫേക്ക് വുഡ് ഫിനിഷ് കാര്യങ്ങൾ കാണാം. താഴേക്ക് വന്നാൽ വീണ്ടും ബ്ലാക്ക് ഫിനിഷാണ്. നമുക്കിവിടെ താഴെയായിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ കൺട്രോളുകൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലാണ് അറിയാനായിട്ട് പറ്റുക. അതിന് താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഒരു 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് Type C ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. അതിൻ്റെ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഈ സെൻട്രൽ കൺസോളിൻ്റെ ഈ പോർഷൻസ് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെയായിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിലെല്ലാം നമുക്ക് ആ വൈറ്റ് സ്റ്റിച്ചിങ്ങോട് കൂടി
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് വരുന്നത്. നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നത്. അകത്ത് റീഡിംഗ് ലൈറ്റ് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസായിട്ട് ഗ്ലോ ബോക്സ് ആണ്. ലൈറ്റ് ആൻഡ് കൂൾഡ് ഫീച്ചറോട് കൂടിയ ഗ്ലോ ബോക്സ് ആണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുമ്പോൾ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. ഇവിടെ ഡോർ പാഡ് ഡ്യുവൽ ടോൺ കളറിലാണ്. കൈ പിടിക്കുന്ന വശത്തെല്ലാം വൈറ്റ് ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പവർ വിൻഡോന്റെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ട്യൂട്ടേഴ്സ് ഇവിടെ വരുന്നില്ല. ഇവിടെ ട്യൂട്ടർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ. താഴെ സ്പീക്കർ വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. കാരണം ഈ വാഹനത്തിൽ 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിലെ യാത്രക്കാർക്ക് AC വെൻസ് വരുന്നുണ്ട്. ഒരു USB ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 AC വെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് ആണത്. ടോപ്പ് എൻഡിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സെൻറ്റർ ആം റെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് പ്ലസ് ഒരു കിഡ് അല്ലെങ്കിൽ 3 പേർക്കും 3 അഡൾട്ടിനും കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് പഞ്ചിൽ വരുന്നത്. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ളത് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് 2 എയർ ബാഗാണ് വരുന്നുള്ളൂ. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിന് മുമ്പ് പഞ്ചിലും ടിയാഗോയിലും ഹിൽ ഹോൾഡ് വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് തൊട്ടേ നമുക്ക് ഹിൽ ഹോൾഡ് അവൈലബിൾ ആണ്. അതായത് സെക്കൻഡ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഓട്ടോമാറ്റിക്കലും മാനുവലിലും ഹിൽ ഹോൾഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചിന് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഒരു എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമാണ് പഞ്ച് വരുന്നുള്ളൂ. അതിൽ തന്നെ 2 ഫ്യൂവൽ ഓപ്ഷൻസ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 86 HP പവർ വരുന്ന 115 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. ആ സെയിം എഞ്ചിൻ തന്നെ നമുക്ക് CNGയിലും അവൈലബിൾ ആണ്. അപ്പോൾ 84 HP ആയിട്ട് എന്തോ പവർ കുറയുന്നുണ്ട്. വിത്ത് 5 സ്പീഡ് മാനുവൽ. CNGയിലും മാനുവലും മാത്രമേ ഉള്ളൂ. പെട്രോളിൽ നമുക്ക് AMT ഗിയർ ബോക്സും അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കംപ്ലിഷ്ഡ് പ്ലസ് മാനുവൽ വേരിയന്റ് ആണ്. ഇതിന് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,70,000 രൂപയാണ്. ഈ ജൂലൈ മന്തിൽ പഞ്ചിന് 40,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. നമുക്ക് സ്ട്രൈറ്റ് അവേ കൺസ്യൂമർ ഓഫറായിട്ട് 20,000 രൂപ വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് 15,000 രൂപ വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് 5,000 രൂപ വരുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് എക്സ്ചേഞ്ച് ബോണസ് കുറയ്ക്കാതെയുള്ള പ്രൈസാണ്. അഡീഷണലി നിങ്ങൾക്ക് 9,70 എക്സ്ചേഞ്ച് ഉണ്ട് എങ്കിൽ ഒരു 9,55 ഈ ഒരു വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മളുടെ ടോപ്പ് എൻഡ് വേരിയന്റായ ക്രിയേറ്റീവിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 10,70,000 രൂപയുടെ അടുത്താണ്. അങ്ങനെ നോക്കുമ്പോൾ 1,00,000 രൂപയാണ് ഈ വേരിയന്റിന് കുറവ് വരുന്നത്. പക്ഷേ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ വേരിയന്റിൽ തന്നെ നമുക്ക് AMT അവൈലബിൾ ആണ്. അക്കംപ്ലിഷ്ഡ് പ്ലസ് AMT. അതിന് ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ട് 10,30,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. CNG വരുന്നുണ്ട്. CNGക്ക് 11,00,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ അക്കംപ്ലിഷ്ഡ് പ്ലസിൽ തന്നെ സൺറൂഫ് ഉള്ള വേരിയന്റ് വരുന്നുണ്ട്. അക്കംപ്ലിഷ്ഡ് പ്ലസ് S. അതിനകത്ത് അഡീഷണലി വരുന്നത് സൺറൂഫ് വരുന്നുണ്ട്, റൂഫ് റെയിൽസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ അഡാപ്റ്റീവ് റെയിൻ സെൻസിങ് വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ്, അതാണ് ടാറ്റ പറയുന്നത്. ആ വേരിയന്റുകളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ 50,000 രൂപയാണ് അഡീഷണലി പേ ചെയ്യേണ്ടത്. അതായത് അക്കംപ്ലിഷ്ഡ് പ്ലസ് മാനുവൽ വേരിയന്റിന് 10,20,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10,80,000 രൂപയും CNG ആണെങ്കിൽ 11,50,55,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരിക. ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്രിയേറ്റീവ് AMTയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 11,56,000 രൂപയാണ്. പക്ഷെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ ഏകദേശം 1,20,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ടോപ്പ് എൻഡ് നോക്കുന്നവർ ഒന്ന് കൺസിഡർ ചെയ്യാവുന്ന ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ജൂലൈ മന്തിന് പഞ്ചിന് 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,640 രൂപ വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് അടവ് വരിക.
ഏകദേശം ഒരു 75,000 തൊട്ട് 1,00,000 രൂപ വരെ ഉണ്ടെങ്കിൽ പഞ്ചിന്റെ ഏത് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഫോർ മോർ ഇൻഫോ ഞാൻ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പഞ്ച് എന്നല്ല, ടാറ്റയുടെ ഏത് വാഹനം, അത് EV ആണെങ്കിലും ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓൾ കേരള നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാനും ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.